ആ ആ പേജിന്റെ നടുക്കോട്ട് അടുത്ത ദിവസം വരയിടാത്തൊരു ബുക്ക് മേടിച്ച് എഴുതണം. ആ പേജിന്റെ നടുക്കോട്ട് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പറട്ടെ വരട്ടെ പറ. ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും വല്ല സൂചന ഉണ്ടോ? ഉണ്ട്. എന്തുവാ? അരിത്തമെറ്റിക്. അപ്പൊ എഴുതുക. ആ പേജിന്റെ നടുക്കോട്ട് 1 എന്ന് നമ്പർ ഇട്ടിട്ട് അരിത്തമെറ്റിക് ARITHMETIC അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസസ് മലയാളത്തിൽ സമാന്തര ശ്രേണി. അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണി. ഒന്ന് പേന താത്തു ശ്രദ്ധിച്ചിരുന്നേ. ഇതാണ് നിങ്ങളുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിന്റെ ഇൻഡെക്സ് പേജ് എന്ന് പറയും. ഇതിനകത്ത് മൊത്തം 7 ചാപ്റ്റർ ആണുള്ളത്. കഴിഞ്ഞ വർഷത്തെ പാർട്ട് 1 പുസ്തകത്തിൽ മൊത്തം 6 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പാർട്ട് 1ലേക്ക് ഒരു ചാപ്റ്റർ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസസ്. അത് തന്നെയായിരുന്നു വർഷങ്ങളായിട്ട് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. കഴിഞ്ഞ വർഷം സർക്കിൾസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം എന്റെ പേര് സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. മൂന്നാമത്തെ പാഠമാണ് ഈ വർഷം പുതുതായിട്ട് വന്നത്, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര. ഒന്നുമില്ല. ഒന്നാമത്തെ പാഠം ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ വർഷം. അതായത് നമ്മൾ അവയെ ഒരു ടേം മൊത്തം പഠിപ്പിച്ചാലാണ് ആ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവും. മൊത്തം 7 സെക്ഷൻ ഉണ്ടായിരുന്നു. അതിലെ ആ പാഠത്തെ ഒന്ന് 2ആയിട്ട് മുറിച്ചു. മേജർ പോർഷൻസ് എടുത്ത് ഫസ്റ്റ് ചാപ്റ്ററിലിട്ടു. അവസാനത്തെ ഒരു 2-3 ടോപ്പിക്ക് ചേർത്ത് എവിടോട്ടാക്കി, ഈ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് ആക്കി. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അതിലെ കൂടുതൽ ഭാഗവും നമുക്ക് ഒന്നാമത്തെ പുസ്തകത്തിലും അതിന്റെ ബാലൻസ് ആണ് ഈ പുസ്തകത്തിലെ തന്നെ മൂന്നാമത്തെ പാഠം. അതുകൊണ്ടാണ് ചാപ്റ്ററിന്റെ എണ്ണം 6 എന്നുള്ളത് എത്രയായി മാറിയത്, 7 ആയിട്ട് മാറി. നാലാമത്തെ പാഠം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. എന്താണ്? ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ മൂന്നാമത്തെ പാഠം. കഴിഞ്ഞ വർഷത്തെ നാലാമത്തെ പാഠം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. 5 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് കഴിഞ്ഞ വർഷത്തെ 4ാമത്തെ പാഠമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അടുത്ത പാഠത്തിന്റെ പേര് ട്രിഗണോമെട്രി. അപ്പൊ ഇതേ ഓടെ നിൽക്കുവന്നു അല്ല, ട്രിഗണോമെട്രി. എന്താണ്? ഇത് കഴിഞ്ഞ വർഷത്തെ 5ാമത്തെ പാഠമായിരുന്നു. എത്രാമത്തെ പാഠമായിരുന്നു? 7ാമത്തെ പാഠം കോഓർഡിനേറ്റ്സ്. ഇത് കഴിഞ്ഞ വർഷത്തെ 6ാമത്തെ പാഠം ആയിരുന്നു. പേടിക്കണ്ട, കഴിഞ്ഞ വർഷത്തെ പാഠപുസ്തകം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഈ വർഷവും വന്നിരിക്കുന്നത്. അല്ലറ എന്റെ കിട്ടിയ 2 പാഠം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വലിയ തോതിലുള്ള പൊളിച്ചെടുക്കൽ പരിപാടികൾ ഇല്ല. എന്ന് വെച്ചാൽ 9ലെ പാഠപുസ്തകം പോലെ നിങ്ങൾക്കും അധ്യാപകർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ നിലവിലത്തെ പുസ്തകത്തിനകത്തിൽ ഇല്ല. ഒരല്പം ബുദ്ധിയൊക്കെ പ്രയോഗിച്ചാൽ, പറയുന്നതൊക്കെ കൃത്യമായിട്ട് കേട്ടാൽ നിങ്ങളെ കൊണ്ട് പഠിക്കാനുള്ള പോർഷൻസേ എവിടെ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ ഉള്ളൂ. അപ്പൊ ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഐഡിയ പിടി കിട്ടിയല്ലോ. ബാക്കി നമുക്ക് എടുക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഇനി അടുത്ത പേജ്, ഈ ചാപ്റ്ററിന്റെ പേരെഴുതിയ പേജ് കണ്ടല്ലോ. ഈ പേജിന്റെ അടുത്ത പേജ് എടുത്തിട്ട് സിലബസ്, SYLLABUS സിലബസ്. ആനന്ദേ കേൾക്കുന്നുണ്ടോ? ഉണ്ട് സാർ. ഉണ്ട്. സിലബസ് എഴുതിയോ? എഴുതിയോ? വേണ്ടേ? ഞാൻ എഴുതുന്ന പോലെ എഴുതണം. സിലബസ് എഴുതി അണ്ടർലൈൻ ചെയ്തിട്ട് സെക്ഷൻ 1 നമ്പർ പാറ്റേൺസ്. നമ്പർ പാറ്റേൺസ്. സാർ ഇപ്പോ സിലബസ് എഴുതണ്ട. ചിലപ്പോ മലയാളം വാക്കുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. സംഖ്യാശ്രേണി എന്നാണ് ഇതിന്റെ മലയാളം. പക്ഷെ പുസ്തകം വന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ സെക്ഷൻ 1ന്റെ പേരെന്താണ്? എന്തോ സെക്ഷൻ 1ന്റെ പേര് നമ്പർ പാറ്റേൺസ്. അടുത്തത്, അടുത്ത വരിയിൽ
സെക്ഷൻ 2. അടുത്ത വരിയിൽ സെക്ഷൻ 2 അരിത്തമെറ്റിക് സീക്വൻസസ്. അരിത്തമെറ്റിക് സീക്വൻസസ് ARITHMETIC അരിത്തമെറ്റിക് സീക്വൻസസ്. സെക്ഷൻ 2 അറിയോ? സെക്ഷൻ 3 പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ ആൻഡ് ടേം മലയാളത്തിൽ സ്ഥാനവും പദവും എന്ന് പറയും കേട്ടോ. എഴുതിയോ? എഴുതിയോടെ? അടുത്തത് എത്ര സെക്ഷനാ? സെക്ഷൻ 4 ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്. ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ്. ഓക്കെ. സൊസൈറ്റിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് കുടുംബശ്രീ. പക്ഷെ അവരത് ശരിക്കും എത്തിയില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അടുത്ത സെക്ഷന്റെ പേര് ടേം കണക്ഷൻസ്. TERM ടേം കണക്ഷൻസ്. CONNECTIONS. TERM ടേം കണക്ഷൻസ്. CONNECTIONS. ഇന്റർവ്യൂ സ്കിൽസ് അറിയാനുള്ള ഒരു റൗണ്ട്. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ദിയാമാട് എഴുതേണ്ട സിലബസ് ഒന്ന് വായിച്ചേ. സ്ത്രീകളെ ശക്തിപ്പെടുത്താനുള്ള 3 എല്ലുകൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. സിലബസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാഠത്തിൽ നമുക്ക് എത്ര സെക്ഷൻ പഠിക്കാനുണ്ട്, നമ്മൾ ഓരോരോ സെക്ഷനായിട്ട് വിശദമായിട്ട് പഠിക്കാൻ പോകും. ബുക്ക് ചെയ്യുന്നേ. ഇതിന്റെ അടുത്ത പേജ് എടുത്തിട്ട് ഹെഡിങ് എഴുതുക ത്രൂ ദി ചാപ്റ്റർ. ത്രൂ ദി ചാപ്റ്റർ മലയാളത്തിൽ പാഠഭാഗത്തിലൂടെ. പാഠഭാഗത്തിലൂടെ. എന്നിട്ട് അടുത്ത വരിയിലോട്ട് സെക്ഷൻ 1 നമ്പർ പാറ്റേൺസ്. സെക്ഷൻ 1 നമ്പർ പാറ്റേൺസ്. സെക്ഷൻ 1 നമ്പർ പാറ്റേൺസ്. അപ്പൊ നമ്മള് പതുക്കെ 10ാം ക്ലാസ്സിലേക്ക് കാലുവെക്കാൻ പോവാണ്. ആദ്യമായിട്ട് പഠിക്കുന്ന വിഷയം ഏതാണ്? മാത്സ്. പേടിക്കണ്ട, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് പരിപാടി ആരംഭിക്കും. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ള ചില നമ്പർ പാറ്റേണുകളാണ്. ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ്. കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. എഴുതണ്ട. ഇംഗ്ലീഷിൽ മറ്റൊരു പേര് കൗണ്ടിങ് നമ്പേഴ്സ്. ആരൊക്കെയായിരുന്നു? 1 2 3 എക്സെട്ര. 1 2 3 എക്സെട്ര ഇങ്ങനെ പോകും. ഈ എക്സെട്രയുടെ അർത്ഥം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. എവിടം വരെ? ഇൻഫിനിറ്റി എന്നൊക്കെ പറയും. എന്ത് പറയും? അനന്തത എന്നൊക്കെ പറയും. എവിടെ അവസാനിപ്പിക്കും നമുക്കറിയത്തില്ല. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. രണ്ടാമത്തേത് ഇതിനെ തന്നെ നിങ്ങൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ടാകും. ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ ഉണ്ടോ? അതേതൊക്കെയായിരുന്നു? 2 4 6 എക്സെട്ര ഇങ്ങനെയുള്ള നമ്പറുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യ. അടുത്തത് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പറിന്റെ മലയാളം ഒറ്റ സംഖ്യ. ആരൊക്കെയായിരുന്നു ഒറ്റ സംഖ്യകള്? 1 3 5 എക്സെട്ര ഈ സംഖ്യകളെ വിളിക്കുന്ന പേരാണെന്ത്? ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ. അടുത്തത് halves of
നാച്ചുറൽ നമ്പേഴ്സ്. എന്ത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വെച്ചോട്ടെ നാച്ചുറൽ നമ്പർ. ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പറിന്റെ പകുതി, എണ്ണൽ സംഖ്യയുടെ പകുതി. എങ്ങനെയാണ് കണക്കിൽ ഒരു സംഖ്യയുടെ പകുതി കണ്ടുപിടിക്കുന്നത്? അതിനെ ബൈ 2 കൊടുക്കണം. അപ്പൊ പറഞ്ഞാട്ടെ 1/2, 2/2, 3/2, 4/2 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതെന്ത് നമ്പറാണ്? ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എഴുതാം. 1/2, 2/2 എത്ര? 1, 3/2 എക്സെട്ര. അല്ല ഇതൊക്കെ എന്തോ കിടപ്പുണ്ട്. ഇതൊക്കെ ആരാ? നമ്പർ പാറ്റേൺസ് ആണ്. ആരാണ്? ഒരെണ്ണം കൂടി എഴുതി നമുക്ക് നിർത്താം. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ. അതിനെന്തൊരു പേര് നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്? ഇല്ല. നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറിന്, എണ്ണൽ സംഖ്യയുടെ വർഗത്തിനൊരു പേര് പഠിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എന്താ വിളിക്കുന്ന പേര്? പെർഫെക്റ്റ് സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9. അപ്പൊ ഇതൊക്കെ എന്തോ നമ്മൾ പറഞ്ഞത്? നമ്പർ പാറ്റേൺസ് ആണ്. ആരാണ്? അപ്പൊ തന്നെ ഈ കിടക്കുന്നത് പോലെ ബുക്കിലോട്ടങ്ങ് എഴുതിയെടുക്കും. സാറിന് മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. നാച്ചുറൽ നമ്പർ മലയാളം എണ്ണൽ സംഖ്യകൾ. ആനന്ദേ ബോർഡിൽ എഴുതിയേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. പിന്നെ അഭിരാമി ഇതാണ്ട NL എന്നുള്ള സ്വിച്ച് എന്നിട്ട് NL ഈവൻ നമ്പർ എന്തുവാ? ഈവൻ നമ്പർ ഇരട്ട സംഖ്യ. ഓഡ് നമ്പർ ഒറ്റ സംഖ്യകൾ. ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകളുടെ പകുതി. എണ്ണൽ സംഖ്യകളുടെ പകുതി. എണ്ണൽ സംഖ്യകളുടെ പകുതി. എണ്ണൽ സംഖ്യകളുടെ പകുതി. എഴുതിയോ? എണ്ണൽ സംഖ്യകളുടെ പകുതി. എഴുതിയോ? അടുത്തത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ. ഓക്കെ. ഇത്രയും ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇത്രയും ആരെങ്കിലും എഴുതാനുണ്ടോ? നിങ്ങൾ എന്തോടെ അവാർഡ് സിനിമ കളിക്കുമെന്ന്? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? എഴുതാനുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു നോട്ട് പറയണം. ആ നോട്ട് എന്താണെന്ന് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് നോട്ടിലേക്ക് വരാം. അതാണ് ഈ പാഠത്തിലെ ആദ്യത്തെ ഡെഫിനിഷൻ. നമ്പർ പാറ്റേൺ എന്താണ് നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. കഴിഞ്ഞോ? കഴിഞ്ഞോ? ഈ ബാഗ് എടുത്ത് അമേരിക്കൻ ടൂറിസ്റ്ററൊക്കെ ഒതുക്കി വെക്കും. കഴിഞ്ഞോ? എഴുതി ഇങ്ങോട്ട് കൊണ്ടുവരുത്. ഇങ്ങോട്ട് നീക്കി എഴുതണം കേട്ടോ. ഈ പെടലി നോക്കൂ. നേരെ ഇതുവരെ ബുക്കൊന്നും മേടിക്കാറായില്ല. കായംകുളത്ത് പോയി കാണത്തില്ല. എന്റെ സ്റ്റാപ്ലറിന്റെ പിന്നെ 8ാം ക്ലാസ് മേടിക്കാൻ പോയതാണ്. ഇതുവരെ പിന്നായിട്ടില്ല. ഇത്രയും കംപ്ലീറ്റ് ആയോ? അപ്പൊ അതിനകത്ത് വെച്ചു ആദ്യത്തെ എന്റെ പേരെന്തുവായിരുന്നു? നാച്ചുറൽ നമ്പർ. ആ നാച്ചുറൽ നമ്പറിൽ ഒന്നാണ്
ഫസ്റ്റ് നമ്പർ, ഒന്നാണ്. രണ്ടാണ് സെക്കൻഡ് നമ്പർ, മൂന്നാണ് തേർഡ് നമ്പർ. രണ്ടാമത്തേത് ഈവൻ നമ്പേഴ്സിൽ ഇരട്ട സംഖ്യകളിൽ രണ്ട് ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ, നാല് സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ സംഖ്യ, അദ്വൈത് ആറ് മൂന്നാമത്തെ സംഖ്യ തേർഡ് നമ്പർ. ഇനി ഓഡ് നമ്പർ എടുക്കുമ്പോൾ, ഒറ്റ സംഖ്യ എടുക്കുമ്പോൾ ഒന്ന് ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ, പോരട്ടെ, മൂന്ന് രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ, അഞ്ച് മൂന്നാമത്തെ സംഖ്യ തേർഡ് നമ്പർ. ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ പകുതി എടുക്കുമ്പോൾ 1/2 അല്ലെങ്കിൽ ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ആദ്യത്തെ സംഖ്യ, 2/2 അഥവാ ഒന്നെന്ന് പറയുന്നത് രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ, 3/2 എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യ തേർഡ് നമ്പർ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗം. അതിന് മറ്റൊരു പേരെന്തുവായിരുന്നു? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണവർഗം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ, 4 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ സംഖ്യ, 9 എന്ന് പറയുന്നത് മൂന്നാമത്തെ സംഖ്യ തേർഡ് നമ്പർ. ഇപ്പൊ നോക്കിക്കേ, ഇതെല്ലാം ഒരു കൂട്ടം നമ്പറുകളല്ലേ, 1, 2, 3 എക്സെട്ര, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അല്ലേ. അതിലെ ഓരോ നമ്പരിനും എന്തുണ്ട്? ഒരു പൊസിഷൻ ഉണ്ട്. ഇന്നത് ഇത്രാമത്തെ നമ്പർ, ഇന്നത് ഇത്രാമത്തെ നമ്പർ എന്നൊരു ഓർഡറിലല്ലേ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് നമ്മുടെ സെക്ഷന്റെ പേര്. എന്തുവാ? നമ്പർ പാറ്റേൺസ്. എന്താ പേര്? അപ്പൊ എഴുതിയാട്ടെ, നോട്ട്. നോട്ട് പറയട്ടെ. A collection of numbers, a collection of numbers which are ordered, O-R-D-E-R-E-D, ordered as the first, ordered as the first, ordered as the first, comma second, 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 comma third, third, and so on, and so on, like this, L-I-K-E, like this, according to some rule, SOME, some, RULE, rule, is called a number sequence, is called a number sequence. ഡെഫിനിഷൻ ഞാൻ പിന്നെ മലയാളത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, പെന തൂക്കാം. അപ്പൊ ആ എഴുതിയ ഡെഫിനിഷൻ അഭിരാമി ഒന്ന് വായിച്ച്. ഒരു സെക്കൻഡ്, ആരെങ്കിലും ഡെഫിനിഷൻ എഴുതാനുണ്ടോ? ആരെങ്കിലും ഡെഫിനിഷൻ എഴുതാനുണ്ടോ? ഇല്ല, വായിച്ചാട്ടെ. ശ്രദ്ധിക്ക. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ അർത്ഥം, എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ മക്കളെ? ഒരു സെക്കൻഡ്, വായിച്ചോ അഭിരാമി, ബുക്ക് എടുത്ത് ചോദിക്കും. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, കളക്ഷൻ മീൻസ് വാച്ച് മേടിച്ചാൽ ഇവിടെ വെക്കും. കളക്ഷൻ മീൻസ് കൂട്ടം. എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, സംഖ്യകളുടെ കൂട്ടം. എന്തിന്റെ കൂട്ടമാണ്? ഇത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. ഇതെല്ലാം സംഖ്യകളുടെ കൂട്ടമാണ്, നമ്പേഴ്സിന്റെ കളക്ഷനാണ്. എന്നിട്ട് ബാക്കി വെറുതെ എഴുതി വെച്ചേക്കുമല്ല, അതിലെ ഓരോ നമ്പറുകളെയും നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്ഥാനം പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുകയാണ് അല്ലെ. ഇന്നത് ഒന്നാമത്തെ നമ്പര്, ഇന്നത് രണ്ടാമത്തെ നമ്പര്, ഇന്നത് മൂന്നാമത്തെ നമ്പർ എന്ന ഓർഡറിൽ, ക്രമത്തിൽ എഴുതിയിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ അഭിരാമി വായിക്കും, വായിച്ചാട്ടെ. വെറുതെ എഴുതിയേക്കുമല്ല, ഇതൊരു പ്രത്യേക നിയമം അനുസരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ഇരിക്കും അഭിരാമി.
ഉദാഹരണത്തിന് നമ്മുടെ അദ്വൈതിന് ഇതിനകത്തിലോട്ട് 1.5 എഴുതണമെന്നൊരു താല്പര്യം. എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിനകത്ത് ആര് മാത്രമേ വരുത്തുള്ളൂ? നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ വരുത്തുള്ളൂ കേട്ടോ. ആര് മാത്രമേ വരുത്തുള്ളൂ? എണ്ണൽ സംഖ്യ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വരുത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, കൃഷ്ണാഞ്ജലിയുടെ വീട്ടിലെ കുടുംബ സംഗമം നടത്തുകയെന്ന് വിചാരിക്കാം. ഇപ്പോ സഫ്നാസ് മെഹറിൻ കൃഷ്ണാഞ്ജലിയുടെ എത്ര അടുത്ത സുഹൃത്താന്ന് പറഞ്ഞാലും അവരുടെ കുടുംബ സംഗമത്തിലേക്ക് ആർക്ക് പ്രവേശനമില്ല? സഫ്നാസിന് പ്രവേശനമില്ല. എന്തുകൊണ്ട്? കൃഷ്ണാഞ്ജലിയുടെ കുടുംബ സംഘമാണ്. അപ്പൊ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ ബന്ധുക്കളായ ആളുകൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം. അപ്പൊ ഇതിനകത്ത് ആർക്ക് മാത്രമാണ് പ്രവേശനം? നാച്ചുറൽ നമ്പറിന്, എണ്ണൽ സംഖ്യക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇവിടെ ആണെങ്കിലും 2ന്റെ മൾട്ടിപ്പിൾസ് ആയ 2ന്റെ ഗുണിതങ്ങളായ നമ്പറുകൾക്ക് മാത്രമാണ് പ്രവേശനം. ഇവിടെ ആണെങ്കിലും ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യക്ക് മാത്രമാണ് പ്രവേശനം. ഇവിടെ ആണെങ്കിലും നാച്ചുറൽ നമ്പറിന്റെ പകുതിക്ക് മാത്രം, എണ്ണൽ സംഖ്യയുടെ പകുതി മാത്രമേ ഇവിടുത്തെ ആളുകളായിട്ട് വരുത്തുള്ളൂ. ഇവിടെ ആണെങ്കിലും നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയറുകൾ, എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ? വരുത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് ഓരോന്നും എഴുതിയിരിക്കുന്നത് ഒരു റൂൾ അനുസരിച്ചാണ്, ഒരു നിയമം അനുസരിച്ചാണ്. അങ്ങനാണെങ്കിൽ ഇവരെ ഓരോരുത്തരെയും നമുക്ക് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? നമ്പർ പാറ്റേൺ. എന്ത് വിളിക്കാം? അപ്പൊ ഒരു കൂട്ടം നമ്പർ ഉണ്ടാകണം. ആ നമ്പറുകൾക്ക് കൃത്യമായ പൊസിഷൻ ഉണ്ടാകണം, സ്ഥാനം ഉണ്ടാകണം. വെറുതെ വന്നാൽ മാത്രം പോരാ, അവരെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രത്യേക നിയമം വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? എഴുതാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ അനുസരിക്കുന്ന ഏതൊരു കളക്ഷനെയും ഏതൊരു കൂട്ടത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? നമ്പർ. അവിടെ ഇപ്പൊ എന്തൊരു വാക്ക് എഴുതിയിട്ടേക്കുന്നു? രണ്ടും ഒന്ന് തന്നെയാണ്. നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാലും ഹെഡിങ്ങിൽ എഴുതിയിട്ടേക്കുന്ന നമ്പർ പാറ്റേൺ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ഇത്രയും മനസ്സിലായോ ആനന്ദേ? മനസ്സിലായി സാർ. ശ്രദ്ധിക്കാം. പേനതാത്തോക്കാം, ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കണക്കിൽ നമ്പറുകളൊന്നും വെറുതെ ഉണ്ടായി വരുന്നതല്ല. ആണോ? ആരെങ്കിലും ഒക്കെ വെറുതെ ഇരിക്കുമ്പോൾ എന്റെ വകയായിട്ട് കുറച്ച് നമ്പർ ഇരിക്കട്ടെ എന്ന് കരുതി നമ്പർ കൊണ്ടുവരുന്നതാണോ? അല്ല. പിന്നെ ഇതൊക്കെ 9ാം ക്ലാസ്സിൽ ഓരോ പാഠം പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു തന്നതാണ്. മനുഷ്യൻ ഓരോരോ ആവശ്യങ്ങൾ ഉണ്ടായപ്പോഴാണ് അവൻ ഈ നമ്പറുകളൊക്കെ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഉദാഹരണത്തിന് എണ്ണുക എന്ന് പറയുന്ന ഒരു പരിപാടി അറിയാതെ ഇരുന്നൊരു കാലം അവനുണ്ട്. കല്ലും കമ്പും ഒക്കെ വെച്ചിട്ട് എണ്ണിക്കൊണ്ടിരുന്നൊരു സമയം. അതുകൊണ്ട് അവന് ചില പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ, പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ് ഉണ്ടായപ്പോഴാണ് അവൻ എന്ത് നമ്പർ കണ്ടുപിടിച്ചത്? നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ, കൗണ്ടിങ് നമ്പർ കണ്ടുപിടിച്ചത്. അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിൽ ഇറാഷണൽ നമ്പർ വരെ പഠിച്ചിട്ടാണ് 10ാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ അഭിന്നക സംഖ്യ, √2, √3 എന്നൊക്കെ പഠിച്ചിട്ടില്ല. ഒരു സ്ക്വയർ, ഒരു സമചതുരം പരിഗണിക്കുക. അതിന്റെ എല്ലാ വശങ്ങളുടെയും നീളം 1 ആണെങ്കിൽ അതിന്റെ ഡയഗണലിന്റെ വികരണത്തിന്റെ നീളം √2 ആണ്. എന്താണ് ആ √2 എന്ന് പറയുന്നയാൾ? നമ്മൾ ഈ പഠിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണോ? അല്ല. പക്ഷെ അതൊരു മെഷർമെന്റ് ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങളെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് കണക്കിൽ പുതിയ പുതിയ എന്തുണ്ടായി വരുന്നത്? നമ്പറുകളും ഇപ്പൊ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നമ്പർ പാറ്റേൺസ് ഉണ്ടായി വരുന്നത്. എന്തുണ്ടായി വരുന്നത്? അപ്പൊ അടുത്ത അർത്ഥം പടി കിട്ടിയല്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠത്തിന്റെ പേരാണ് പോളിഗൺസ്. ഓർമ്മയുണ്ടോ? എന്തോ പാഠത്തിന്റെ പേര്? പോളിഗൺസ്. എന്തോ പോളിഗൺ? മലയാളത്തിൽ ബഹുഭുജം എന്ന് പറയും. എന്താ പറയും? അപ്പൊ എവിടെ നിന്നായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു പോളിഗൺ അഥവാ ബഹുഭുജം എന്ന് പറഞ്ഞാൽ? പോളിഗൺ അഥവാ ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 8ാം ക്ലാസ്സിൽ പഠിച്ച ഇതൊന്നും മറന്നു വെച്ച് 10ാം ക്ലാസ്സിലെ പണിയൊന്നും നടക്കത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. പോളിഗൺസ്, ബഹുഭുജം, 3 അതിൽ കൂടുതൽ സൈഡോ ഉള്ള രൂപങ്ങൾക്ക്
കണക്കിൽ പറയുന്ന പേരാണ് പോളിഗൺസ്. മലയാളത്തിൽ ബഹുഭുജം എന്ന് പറയും. എന്ത് പറയുന്നു? അപ്പൊ അതാരൊക്കെയാ? അതുകൊള്ള 3 സൈഡുള്ള ആളിന്റെ പേരെന്തുവാ? ട്രയാങ്കിൾ, ത്രികോണം. 4 സൈഡുള്ള ആളിന്റെ പേര് സ്ക്വയർ എന്നാണ് പറയുന്നത്. ക്വാഡ്രിലാറ്ററൽ. 4 സൈഡുള്ള ആളിന്റെ പേരെന്തുവാ? ക്വാഡ്രിലാറ്ററൽ. 5 സൈഡുള്ള ആളിന്റെ പേരെന്തുവാ? പെന്റഗൺ. എന്താണ്? ഇതിനകത്തിന് നമുക്ക് നമ്പർ പാറ്റേൺ ഒന്നല്ല, കുറെ നമ്പർ പാറ്റേൺ ഉണ്ടാക്കാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നാമത്തെ എക്സസൈസിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചൊരു സംഗതി പറയാം. ഇതിന്റെ ഇന്നർ ആംഗിളിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് വരുന്നു? n-2 ഇൻറ്റു 180. n-2 ഇൻറ്റു എന്ത് വരുന്നു? നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. ട്രയാങ്കിൾ ആകുമ്പോ എന്നിന്റെ വില 3. 3 മൈനസ് 2 1. 1 ഇൻറ്റു 180. അപ്പൊ ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളിന്റെ സമ്മ, ആന്തരകോണുകളുടെ അളവുകളുടെ തുക എത്ര ഡിഗ്രിയാണ്? 180 ആണ്. എത്രയാണ്? ഇനി അത് ക്വാഡ്രിലാറ്ററലിലേക്ക് വരുമ്പോഴോ, ചതുർഭുജത്തിലേക്ക് വരുമ്പോഴോ 4 മൈനസ് 2 ഇൻറ്റു 180. 4 മൈനസ് 2 2 ഇൻറ്റു 180. 18 2 36. എത്ര ഡിഗ്രി? 360 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. ഇനി പെന്റഗൺ വരുമ്പോഴോ, പഞ്ചഭുജം വരുമ്പോഴോ എത്ര സൈഡ് ഉണ്ട്? 5. പറഞ്ഞാട്ടെ, പറഞ്ഞു. 5 മൈനസ് 2 ഇൻറ്റു 180. 5 മൈനസ് 2 എത്ര? 3 ഇൻറ്റു 180. 18 ഗുണം 3 24. ശിഷ്ടം 2. 1 3 3 2 5. എത്ര ഡിഗ്രി? 540 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? ഇനി ഇവരെ നിങ്ങളൊന്ന് കോമായിട്ട് പറഞ്ഞേ. 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, എക്സെട്ര. ഇത് ഒരു നമ്പർ പാറ്റേൺ അഥവാ നമ്പർ സീക്വൻസ് ആണോ? ആണെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ വേണം? എ ഗ്രൂപ്പ് ഓഫ് നമ്പർ. ഒരു കൂട്ടം നമ്പർ ഉണ്ടോ? ഉണ്ട്. ആ നമ്പറുകൾക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഉണ്ട്. 180 ആണ് ഒന്നാമത്തെ നമ്പർ, 360 ആണ് രണ്ടാമത്തെ നമ്പർ, 540 ആണ് മൂന്നാമത്തെ നമ്പർ. ഇനി വേറെ കാര്യം അനുസരിക്കണം. ഇത് എഴുതിയിരിക്കുന്നത് ഒരു പ്രത്യേക നിയമം അനുസരിച്ചായിരിക്കണം. ഇത് വല്ല നിയമം അനുസരിച്ചാണോ എഴുതിയിരിക്കുന്നത്? ആണോ? എന്തോ നിയമം? രണ്ടോ ഇവിടെ കിടപ്പുണ്ട്. n-2 ഇൻറ്റു 180 എന്ന് പറയുന്ന നിയമം അനുസരിച്ചാണ് ഇവരെ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്പർ പാറ്റേണിന് എക്സാമ്പിൾ ആണ്. എന്തിന് എക്സാമ്പിൾ ആണ്? ഇപ്പൊ നമ്മൾ ഇന്നർ ആംഗിളിന്റെ സമ്മ് പറഞ്ഞു. നിങ്ങൾ 8ാം ക്ലാസ്സിൽ തന്നെ ഔട്ടർ ആംഗിളിന്റെ സമ്മ് പഠിച്ചിട്ടുണ്ട്. ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിളിന്റെ സമ്മ് 360 ആയിരിക്കും. അപ്പൊ എത്ര ആയിരിക്കും? അപ്പൊ നമ്മൾ ഇവിടെ എഴുതുവാണെങ്കിൽ എല്ലാം എത്ര എഴുതണം? 360, 360 എക്സെട്ര എന്ന് എഴുതണം. ഇതൊരു നമ്പർ പാറ്റേൺ ആണോ? അതെ, ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. അടുത്തത്, ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർമെന്റ്. ഈ സമ്മിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 കിട്ടും. ഈ സമ്മിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇന്നർ ആംഗിൾ കിട്ടും. അപ്പോ ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർമെന്റ് കണ്ടുപിടിക്കാന്ന് വിചാരിക്കാം. അത് റെഗുലർ പോളിഗണിന്റെ കാര്യത്തിൽ. ആരുടെ കാര്യത്തിലാണ്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നമ്പർ പാറ്റേണിന് എക്സാമ്പിൾ ആണ്. എന്തിന് എക്സാമ്പിൾ ആണ്? അപ്പൊ അടുത്ത എക്സാമ്പിൾ ആയിട്ട് എഴുതുക. അടുത്ത വരിയിൽ എഴുതുക. പറയട്ടെ. If we order order polygons, order polygons according to the number of sides, comma, as triangles
as triangles, അറിയോ? Comma quadrilaterals, comma quadrilaterals, comma quadrilaterals, അറിയോ? Comma pentagons, comma pentagons, and so on, and so on, അറിയോ? And calculate, and calculate, and calculate the sum of their inner angles, and calculate the sum of their inner angles, sum of their inner angles, comma, we get the number sequence, we get the number sequence, we get the number sequence. തന്നെ ബോർഡ് കിടപ്പുണ്ട്, നോക്കി എഴുതുക. 180 ഡിഗ്രി, കോമ 360 ഡിഗ്രി, കോമ 540 ഡിഗ്രി, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതെന്തൊരു എക്സാമ്പിൾ ആണ്? ഹലോ, ഇതെന്തൊരു എക്സാമ്പിൾ ആണ്? നമ്പർ പാറ്റേൺ. പേനകത്ത് നോക്കാം. ഇനി നമ്മൾ നമ്പർ പാറ്റേണിന്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠത്തിൽ നിന്ന് എഴുതാൻ പോവാം. ഏതിനകത്ത് എഴുതാൻ പോവാണ്? 9ാം ക്ലാസ്സിൽ. ബോർഡിലേക്ക് നോക്കിയിരിക്കാൻ ഞാൻ വരച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി. വരയ്ക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് വരയ്ക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു മട്ടത്രികോണം. ഇതിന്റെ ബേസ് പാദം 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ. ഇതിന്റെ ലംബം ഓൾട്ടിറ്റ്യൂഡും എത്ര മീറ്റർ? എത്ര മീറ്റർ? 1 മീറ്റർ. നമ്മൾ ഇതിനകത്ത് നിന്ന് തന്നെ അടുത്തൊരു ഫിഗർ വരയ്ക്കുന്നു. വീണ്ടും ഇത് തന്നെ വരയ്ക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും 1 മീറ്റർ വശമുള്ള ഒരാളെ വരയ്ക്കുന്നു. ഓർമ്മയുണ്ടോ ഈ പടമൊക്കെ വരച്ച്? ഇതിന്റെ സൈഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അടുത്ത ഫിഗർ വരുമ്പോ രണ്ട് സാധനം കൊണ്ട് എന്തെല്ലാം വിഭവം ഉണ്ടാകും. മൈദാക്ക് എന്തോ ഒരു കിലോ മൈദാക്ക് മൈദ കൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം, അരിമാവ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു പടം നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഏത് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്? ഇറാഷണൽ നമ്പറിൽ പഠിച്ചിട്ടുണ്ട്. ഏത് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്? അപ്പൊ രണ്ട് ഇതൊന്ന് പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ ഒന്ന് വൃത്തിയായിട്ട് വരയ്ക്കാം. തമിഴ്നാട്ടുകാർ പോയി പാത്രം വെച്ചിട്ട് ചായ വിൽക്കുന്ന ആളുകൾ ൂഹിക്കുന്നവന്റെ This is one of the best idea for solving and employment. Idea. ഞാൻ കുഞ്ഞുമോളൊക്കെ പോകുമ്പോൾ അവിടുത്തെ അമ്മമാരൊക്കെ മേടിക്കാൻ വരും. പാൻറ് ടോപ്പ് നമ്മുടെ അമ്മയാണെങ്കിൽ മാക്സ് പൊക്കി ഒരു കുട്ടും കുത്തി ഒരു കട്ടി പറ്റി മാറി ഈ മേടിച്ച രണ്ടും മേടിക്കാൻ പോവാ. പക്ഷെ ഒന്നല്ല ഒന്നെന്താ പൈസ വെള്ള പാത്രം ഓരോ അലൂമിനിയം പാത്രം പഠിച്ചോ? ഇവിടെ കൊണ്ടുതരുന്ന പുള്ളിക്കാരെ ബംഗളൂരിൽ അവിടെ കൊണ്ടുതരുന്ന വൺ സെറ്റപ്പിലായിരിക്കും നമ്മളെക്കാൾ സെറ്റപ്പിലാണ് പുള്ളി വരുന്നത്. ആനന്ദേ പടമൊക്കെ വരച്ചോ? ആനന്ദ് വരച്ചു സാർ. ഓക്കെ. അപ്പോൾ പ്രസന്റേഷൻ എന്താണ്? നമ്മൾ 9ാം ക്ലാസ്സിൽ ഈ പടമൊക്കെ വരച്ചിട്ട് എന്തോ ചെയ്തെന്ന് വല്ല ഓർമ്മയുണ്ടോ?
ഇതിന്റെ ഈ പടം നോക്കാമെങ്കിൽ ഇതിന്റെ ബേസും ഓൾട്ടിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ, പാദവും ലംബവും മാത്രമേ ഉള്ളൂ. എന്തില്ല? ഹൈപ്പോട്ടന്യൂസ് ഇല്ല, കർണമില്ല. 9ാം ക്ലാസ് പഠിച്ചത് എത്രയാണ്? √2. എത്രയാണ് ഈ പടത്തിൽ? ഇത് √2 അല്ലേ? ഈ ട്രയാങ്കിൾ നിങ്ങൾ പരിഗണിക്കാമെങ്കിൽ ബേസ് 1 ഓൾട്ടിറ്റ്യൂഡ് ലംബം √2 ഉണ്ട്. അപ്പൊ ഇത് എത്ര? √3 അല്ലേ? അപ്പൊ തന്നെ ഇവിടെ ഇത് √2, ഇത് √3. അപ്പൊ ഇത് എത്ര വരും? √4. √4 എത്ര? 2. എഴുതിയാട്ടെ പടത്തിൽ തന്നെ, നിങ്ങൾ വരച്ച പടത്തിൽ തന്നെ എഴുതിയാട്ടെ. നിങ്ങൾ വരച്ച പടത്തിൽ തന്നെ അത് മാർക്ക് ചെയ്യുക. നിങ്ങൾ വരച്ച പടത്തിൽ തന്നെ അത് എഴുതുക. അടുത്ത വരിയിൽ എഴുതുക. If we write the hypotenuse of each right triangles, if we write the hypotenuse of each right triangles, മലയാളത്തിൽ ഓരോ മട്ടത്രികോണങ്ങളുടെയും കർണത്തിന്റെ നീളങ്ങൾ എഴുതിയാൽ നോക്കിക്കേ, പറഞ്ഞാട്ടെ. √2, √3, √4 എക്സെട്ര എഴുതിയാട്ടെ. √2, √3, √4 എക്സെട്ര. എഴുതിയോ? മറ്റൊരു ചോദ്യം. ഇതൊരു നമ്പർ സീക്വൻസ് ആണ്? ആണെങ്കിലാണ്, അല്ലെങ്കിലല്ല. ഇതൊരു നമ്പർ സീക്വൻസ് ആണോ? ഇതൊരു സംഖ്യാശ്രേണിയാണോ? ആണ്. എന്തുകൊണ്ട്? ആദ്യം എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ഒരു കൂട്ടം സംഖ്യയുണ്ട്. ആ സംഖ്യകൾക്ക് എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഉണ്ട്. എന്ത് ഓർഡർ? √2 ഒന്നാമത്തെ നമ്പര്, √3 രണ്ടാമത്തെ നമ്പര്, √4 മൂന്നാമത്തെ നമ്പര്, എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇനി ഇത് എഴുതിയിരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേക നിയമം അനുസരിച്ചാണോ? ആണ്. എന്താ നിയമം? വേണ്ടേ? ഇതിനകത്ത് കിടക്കുന്ന നമ്പറുകളെ കണ്ടു. ഇവരൊക്കെ എന്ത് നമ്പരാ? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്ത് നമ്പരാണ്? ആ നാച്ചുറൽ നമ്പേഴ്സിന് എണ്ണൽ സംഖ്യകൾക്ക് എന്തിട്ടിരിക്കുന്നു? റൂട്ട് കൊടുത്തേക്കുന്നു. എന്ത് കൊടുത്തേക്കുന്നു? റൂട്ട് കൊടുത്തേക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഒരാൾ വരാനുണ്ട്. ആരാ? √1 എത്ര മുതലേ ആരംഭിക്കുന്നുള്ളൂ? 2ന്റെ റൂട്ട് മുതലേ ആരംഭിക്കുന്നുള്ളൂ. അപ്പൊ ഇതെന്തിന് എക്സാമ്പിൾ ആണ്? നമ്പർ പാറ്റേണിന് എക്സാമ്പിൾ ആണ്. ഇതെന്തിന് എക്സാമ്പിൾ ആണ്? അപ്പൊ അടുത്തൊരു എഴുതുക. ഇറ്റ് ഈസ് ഓൾസോ എ നമ്പർ പാറ്റേൺ. മലയാളത്തിൽ ഇതും ഒരു സംഖ്യാശ്രേണിയാണ്. ഓക്കെ, അറിയോ? ഓക്കെ, ഒരു കാര്യം കൂടെ പഠിച്ചാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചിരിക്കും. ഒന്ന് 11 21 31 എക്സെട്ര. 1 11 21 31 എന്താ 31 എക്സെട്ര. ശ്രദ്ധിക്കാം. ഇതൊരു സീക്വൻസ് അല്ലേ? നിങ്ങൾ എപ്പോഴും പറയും ഇതൊരു സീക്വൻസ് ആണോ? ആണ്. എങ്ങനെ മനസ്സിലായി? കളക്ഷൻ ഓഫ്, ഇത് പ്രാവശ്യം പറഞ്ഞെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആണ്. ഒരു കൂട്ടം സംഖ്യകളുണ്ട്. 2. അതിനെന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഉണ്ട്. എന്ത് ഓർഡർ? 1 ഒന്നാമത്തെ നമ്പര്,
11 രണ്ടാമത്തെ നമ്പർ, സെക്കൻഡ് നമ്പർ. 21 മൂന്നാമത്തെ നമ്പർ, തേർഡ് നമ്പർ. 31 നാലാമത്തെ നമ്പർ, ഫോർത്ത് നമ്പർ. ഇങ്ങനെ പോകുന്നു. ഇനി ഇത് എഴുതിയിരിക്കുന്നതിന് വല്ല ഓർഡർ ഉണ്ടോ? ഉണ്ടെന്തോ? ഓർട്ടെ 10 വീതം കൂടി കൂടി പോകുന്നു. 10 വീതം 1നോട് 10 കൂട്ടുമ്പോഴല്ലേ 11, 11നോട് 10 കൂട്ടുമ്പോഴല്ലേ 21, 21നോട് 10 കൂട്ടുമ്പോഴല്ലേ 31. ഓക്കെ, അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? നമ്പർ പാറ്റേൺ. ഈ നമ്പർ പാറ്റേൺ ഞാൻ 2 വിധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ശരിയാണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പറുകളുടെ സീക്വൻസ്. ശരിയോ തെറ്റോ? അതല്ലാതെയുള്ള ഏതെങ്കിലും നമ്പർ അവിടെ ഉണ്ടോ? 1, 11, 21, 31, 41 ഈ നമ്പറുകളൊക്കെ ആദിദേവെ എത്രയിൽ അവസാനിക്കുന്ന നമ്പറുകളാണ്? 1ൽ അവസാനിക്കും. അപ്പൊ ഇതൊരു വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെ പറയും? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ. ഇത് ഞാൻ വേറൊരു വിധത്തിൽ പറയട്ടെ. ഈ ഫസ്റ്റ് നമ്പർ അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ നമ്പർ എത്ര? 11. ഈ 11നെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 11 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? 10. പറഞ്ഞാട്ടെ. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അറിയത്തില്ല. ഒരു 10, 10. ബാക്കി എത്ര ഉണ്ട്? 1. അടുത്തത് 21നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറഞ്ഞാട്ടെ. 10, 2, 20. ബാക്കി എത്ര ഉണ്ട്? 1. അടുത്ത നമ്പർ 31. 31നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 10, 3, 30. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തുവാ? ഈ തന്നിരിക്കുന്ന നമ്പറുകളെ ഒക്കെ ആഫീസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ ശിഷ്ടം എത്ര കിട്ടുന്നു? അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യത്തെ നമ്പറിന് ബാധകമാകണ്ടേ? ഏത് നമ്പറിന്? 1ന്. ശ്രദ്ധിക്കുക, ഈ പാഠത്തിൽ ഇങ്ങനെ ഒരു കൊലസ്റ്റ് പിടിച്ച ഡിവിഷൻ ഉണ്ട്. ഇനി അങ്ങോട്ട് പല കണക്കിൽ നമ്മൾ ഈ ഡിവിഷൻ എഴുതും. 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നിങ്ങളൊന്ന് പറഞ്ഞ് എങ്ങനെ ചെയ്യും? സാധാരണ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് മുകളിൽ ഒരു പോയിന്റ് കൊടുക്കും, അല്ലേ? പിന്നെ ഇവിടെ ഒരു 0 ചേർക്കും, എന്നിട്ട് 10 10 എന്ന് എഴുതും. അത് അങ്ങനല്ല പരിപാടി ചെയ്യുന്നത്. 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഭയദേവയെ നമ്മൾ എന്ത് ചെയ്യും? എന്തും ചെയ്യാവുന്നു. എന്ത് ചെയ്യും? ഹരണഫലത്തിൽ കോഷ്യന്റിൽ എന്തിട്ട് കൊടുക്കും? 0 ഇട്ട് കൊടുക്കും. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തപ്പോ എന്തിട്ട് കൊടുക്കും? നമ്മള് 0 ഇട്ട് കൊടുക്കും. നിങ്ങൾ വേണ്ടി ഇവിടെ 10 ഒന്നുകൂടെ ഗുണിച്ചല്ലേ ഇവിടെ 10 എഴുതിയിരിക്കുന്നത്? 10ഉം 2 ഗുണിച്ചല്ലേ ഇവിടെ 20 എഴുതിയിരിക്കുന്നത്? 10ഉം 3 ഗുണിച്ചല്ലേ 30 എഴുതിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? 10ഉം 0ഉം കൂടെ ഗുണിക്കണം. അപ്പൊ എത്ര കിട്ടും? 10. 0. 1ൽ നിന്ന് 0 കുറച്ചാൽ അപ്പൊ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ നിയമം അയാൾക്കും ബാധകമല്ലേ? അപ്പൊ എന്തുവാ നിയമം? എങ്ങനെ കിട്ടും? ഇതിനകത്തിലെ ഓരോ നമ്പറുകളെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നു? 1 വരുന്നു. റിമൈൻഡർ എത്ര വരുന്നു? പറഞ്ഞതിന്റെ അർത്ഥം, ഒരു സീക്വൻസിനെ നമുക്ക് ഒരു വിധത്തിലല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്നിലധികം വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യത്തെ എന്താണ് പറഞ്ഞത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. രണ്ടാമത് എന്താ പറഞ്ഞത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം റിമൈൻഡർ എത്ര വരുന്ന? 1 വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എന്ന് പറഞ്ഞാലും കറക്റ്റ് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനെ അച്ഛ എന്നും വേണമെങ്കിൽ വിളിക്കാം, അമ്മയുടെ കെട്ടിയോൻ എന്ന് വേണമെങ്കിലും വിളിക്കാം. രണ്ടും അർത്ഥം ഒന്ന് തന്നെയല്ലോ. അപ്പൊ ആദിദേവിന്റെ അന്യനും കൂടി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അപ്പോൾ ആദിദേവ് പറയുന്നു, ഇവന്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ അച്ഛനാണ് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? എന്തോ തമ്മിലുള്ള ബന്ധം? അതുകൊണ്ട്
എന്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇവന്റെ അച്ഛനാണ്, അല്ലെങ്കിൽ ഇവന്റെ അമ്മയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ അച്ഛനാണ്. എന്താണ് ബന്ധം? ബന്ധുവിടെ ബന്ധം തമ്മിലുള്ള ബന്ധം സഹോദരങ്ങളാണ്. എന്താണ്? അപ്പൊ എന്നതുപോലെ കണക്കിൽ നമുക്ക് ഒരു സീക്വൻസിനെ തന്നെ ഒന്നിലധികം മെത്തേഡുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അങ്ങോട്ട് എഴുതി വെക്കാമല്ലോ. അതോടെ ആകുമ്പോൾ ഫസ്റ്റ് സെക്ഷനിലെ തിയറി പരിപാടി മൊത്തം കഴിഞ്ഞു. പിന്നെ ഒരു എക്സസൈസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ദിവസം, നിങ്ങൾക്ക് പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ എഴുതിക്കോളൂ. കൺസിഡർ ദ സീക്വൻസ് 1, 11, 21, 31. സാർ മലയാളത്തിൽ എഴുതും. 1, 11, 21, 31 എന്ന സംഖ്യാശ്രേണി പരിഗണിക്കുക. ഓക്കെ, അടുത്ത വരി. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ 2 ways. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ 2 ways. മലയാളത്തിൽ ഇതിനെ 2 വിധത്തിൽ വിശദീകരിക്കാം. ഇതിനെ 2 വിധത്തിൽ വിശദീകരിക്കാം. ആനന്ദ് എഴുതുന്നുണ്ടല്ലോ ഇതൊക്കെ. ആനന്ദേ? ഓക്കെ. ഇനി 1 നമ്പർ ഇടുക. 1. 1 2 വിധത്തിൽ പറയാമെന്നല്ലേ പറഞ്ഞത്? അതിൽ ഒന്നാമത്തേത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ending in 1. Sequence of natural numbers ending in 1. മലയാളത്തിൽ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. 2. രണ്ടാമത്തെ എഴുതണമെങ്കിൽ ഞാൻ ഈ എഴുതിയേക്കുന്ന കാര്യം നിങ്ങൾ ആദ്യം എഴുതി വെക്കണം, എന്നിട്ട് രണ്ടാമത്തെ മതി ഞാൻ പറഞ്ഞുതരാം. ഇതങ്ങോട്ട് എഴുതിയിട്ടാട്ടെ. ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഹൈവേയുടെ സൈഡിലെ മരങ്ങളെല്ലാം അതുകൊണ്ട് ഇപ്പൊ ഹൈവേ പോകാൻ പേടിയാണ് മകനൊക്കെ. കാരണം നമ്മള് ചുറ്റു പഠിച്ചത് അപ്പൊ മരങ്ങൾ നടന്നതിനെ പറ്റി ഒരു രാജ്യത്ത് മരങ്ങൾ നട്ട് വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് മാൻകാരി. എഴുതിയോ? മാൻകാരി എഴുതിയോ? ലാസ്റ്റിൽ 1ന്റെ കാര്യം എഴുതണം കേട്ടോ. ലോക സമാധാനത്തിലൂടെ. അപ്പൊ ഈ സീക്വൻസിനെ എങ്ങനെ നമ്മൾ രണ്ടാമത്തെ വിധത്തിൽ ഡിസ്ക്രൈബ് ചെയ്തു? എഴുതിക്കോളൂ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അറിയോ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് LEAVING ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. ഓൺ ഡിവിഷൻ ബൈ 10 എന്ന് വായിച്ചേ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. മലയാളത്തിൽ 10 കൊണ്ട് ഹരിക്കുമ്പോൾ അറിയോ? ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സെക്ഷൻ. ഇനി ഒരു എക്സസൈസോടെ പഠിച്ചു കഴിയുമ്പോൾ ഫസ്റ്റ് സെക്ഷൻ തീരും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ 2 കാര്യമാണ് പഠിച്ചത്. ഒന്നെന്ത് പഠിച്ചത്? നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ. എന്ത് വരുന്ന അർത്ഥം? എഴുതി വെച്ചോണ്ട് അവിടെ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ്. അക്കോർഡിംഗ് ടു ഒരു കൂട്ടം സംഖ്യകളെ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്ന് കൃത്യമായ ക്രമത്തിൽ എഴുതുകയും എഴുതാനായിട്ടൊരു കൃത്യമായ നിയമം ഉണ്ടാകുകയും ചെയ്താൽ ആദിദേവേ നമുക്ക് ആ സംഖ്യകളെ എന്തോ വിളിക്കാം? നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ
നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. നമ്മൾ കുറെ എക്സാമ്പിളുകളൊക്കെ എഴുതി. നമ്മൾ പഠിച്ച കാര്യം തന്നെ, പുതിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഓൾറെഡി 9ാം ക്ലാസ് വരെ പഠിച്ചതിനകത്ത് നിന്നാണ് അവയവയെ നമ്മൾ എന്ത് എഴുതിയത്, നമ്പർ സീക്വൻസ് എഴുതിയത്. ഇപ്പൊ ലാസ്റ്റിൽ എന്തോ നമ്മൾ പറഞ്ഞത്, ഒരു നമ്പർ സീക്വൻസിനെ തന്നെ നമുക്ക് ഒന്നിലധികം മെത്തേഡുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, വിവരിക്കാൻ പറ്റും. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. എവിടെ മുതലാ? സെക്ഷൻ 1 നമ്പർ പാറ്റേൺസ് മുതൽ വായിച്ചു നോക്കുക. മനസ്സിലാകുന്നെങ്കിൽ ഇരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കുക. ആനന്ദ് വിജയ് ഇത്ര എഴുതിയ മോനെ.